ഹലോ ഗൈസ്, നമസ്കാരം. ബിഗ് ബോസ് റിയാലിറ്റി ഷോയുടെ പിന്നാമ്പുറത്ത് പ്രവർത്തിക്കുന്ന പല ആളുകളും ചെയ്തിട്ടുള്ള മോശപ്പെട്ട പ്രവൃത്തിയെക്കുറിച്ചുള്ള തെളിവുകൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ആളുകൾ ആരാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല. പക്ഷേ പല സ്ത്രീകളും പ്രതികരണവുമായിട്ട് വന്നിട്ടുണ്ട് അവർക്ക് നേരിട്ടിട്ടുള്ള അനുഭവത്തെക്കുറിച്ച്. കഴിഞ്ഞ ഒരു 2 ദിവസം മുമ്പ് ഒരു ചേച്ചി ഇങ്ങനെ പ്രതികരിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം വേറൊരു പെൺകുട്ടി ഇതേപോലെ അവർക്കുണ്ടായ മോശ അനുഭവങ്ങളെക്കുറിച്ച് പങ്കുവച്ചിരുന്നു. അപ്പോൾ ഇപ്പോൾ പോലും പല ആളുകളും ബിഗ് ബോസ് സീസണുകളിൽ പങ്കെടുത്തിട്ടുള്ള ആളുകൾ പോലും അഖിൽ മാരാർ എന്ന് പറയുന്ന വ്യക്തി ഡബിൾ സ്റ്റാൻഡേർഡ് കളിക്കുകയാണ്, അദ്ദേഹം പാലിനകത്ത് വെള്ളം ചേർക്കാൻ ശ്രമിക്കുകയാണ്, ഇത്തരത്തിലുള്ള പ്രതികരണവുമായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. പക്ഷെ അതിലെനിക്ക് വിഷമം തോന്നുന്നു. അതെന്ത് തന്നെ ആയിക്കോട്ടെ, ഇനി അഖിൽ മാരാർ എന്ന് പറയുന്ന വ്യക്തി എന്ത് ഡബിൾ സ്റ്റാൻഡേർഡ് കളിക്കുവാണെങ്കിലും അയാൾ പാലിൽ വെള്ളം ചേർത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും പാലുള്ളത് കൊണ്ടാണല്ലോ പാലിൽ വെള്ളം ചേർത്തത്, അത് വേറൊരു കാര്യം. എന്ത് തന്നെയാണേലും അദ്ദേഹം അങ്ങനെ ഒരു പ്രതികരണം നടത്തിയത് കൊണ്ട് മാത്രം ധൈര്യത്തോടുകൂടി മുന്നോട്ട് വന്ന രണ്ട് വ്യക്തികളുണ്ട്. ആ വ്യക്തികൾ അവർക്കുണ്ടായ എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്തത്. അപ്പം ഇത്രയും കാര്യങ്ങൾ മുന്നോട്ട് വന്നിട്ട് പോലും ഈ തെറ്റ് ചെയ്തവർക്കെതിരെ യാതൊരുവിധ നടപടികളും ആരും തന്നെ എടുക്കുന്നില്ല, ഈ ചാനൽ തന്നെ സ്വീകരിക്കുന്നില്ല. ഇനി ഇവിടെ കാണാൻ പോകുന്നൊരു കാഴ്ച ഞാൻ പറയാം. ഇപ്പൊ പ്രതികരണവുമായിട്ട് വന്ന 2 സ്ത്രീകൾ, അവരെ ആദ്യം ആളുകൾ സപ്പോർട്ട് ചെയ്തു. പക്ഷെ ഇനി 2-3 ദിവസം കഴിയുമ്പോഴത്തേന് ഈ പ്ലേറ്റ് നേരെ അങ്ങ് തിരിയും. ഈ പ്രതികരിച്ച ഈ വ്യക്തിമായിട്ടുള്ള സ്ത്രീകളാകും യഥാർത്ഥത്തിൽ എന്താവാൻ പോകുന്നത്, കുറ്റക്കാരാകാൻ പോകുന്നത്. ഇങ്ങനെ ഒരു സ്ത്രീ പ്രതികരണവുമായിട്ട് വരുമ്പോൾ ആദ്യം നമ്മളെ പോലുള്ള പ്രേക്ഷകർ, നമ്മുടെ സമൂഹത്തിലുള്ള ആൾക്കാർ നോക്കുന്നത് എന്താണെന്നറിയാമോ? അവളെ ഒന്ന് അടിമുടി നോക്കും. അവൾ ഫാഷനബിൾ ആണോ, അവൾ ധരിച്ചേക്കുന്ന ഡ്രസ്സ്, അവളുടെ ശരീരത്തിൽ ടാറ്റു ഉണ്ടോ, അവളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ എങ്ങനെയാണ് അവളെ കുറിച്ച് കാണിച്ചേക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ABCD A to Z ഇങ്ങനെ നോക്കും. അപ്പം കുറച്ച് റെബലാണ്, കുറച്ച് എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഡ്രസ്സ് ധരിക്കുന്ന ആളാണ്, ഫാഷനബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ധരിക്കുന്ന ആളാണ്, ആൺ സുഹൃത്തുക്കളുള്ള ആളാണ്, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ കണ്ടു കഴിയുമ്പോഴത്തേന് നമ്മുടെ ആൾക്കാർ പറയുന്നത്, അവൾ അങ്ങനത്തെ ഒരുത്തിയാ, അതുകൊണ്ടായിരിക്കും അവളോട് ഇങ്ങനെ ചോദിച്ചതെന്നുള്ളത്, അവൾ അങ്ങനെ നടന്നിട്ടാണ് അവളോട് അങ്ങനെ ചോദിച്ചത് എന്ന് പറയും. ഇനി ഇങ്ങനെ ഫാഷനബിൾ ആയിട്ടുള്ള സ്ത്രീയല്ല, കുറച്ചൊരു വീട്ടമ്മ, അങ്ങനെ വലിയ ഫാഷനബിൾ ഒന്നും അല്ല, അധികം ഫ്രണ്ട്സ് ഒന്നും ഇല്ല, സോഷ്യൽ മീഡിയയിലൊന്നും ഇല്ല, അങ്ങനെ ഒരു സ്ത്രീ ആണെങ്കിൽ ഈ ആൾക്കാർ പറയാൻ പോകുന്നത്, എന്തിനാ ഇതിന് പോയത്, വീട്ടിലിരുന്നാൽ പോരായിരുന്നോ, വീട്ടിലിരിക്കുന്ന പെൺപിള്ളാരോട് ആരും ഇങ്ങനൊന്നും ചോദിക്കാൻ വരുന്നില്ലല്ലോ. അപ്പോൾ ഏതായാലും സ്ത്രീകൾക്ക് തന്നെയാണ് അവസാനം കുറ്റം വരുന്നത്. ഇതിപ്പം ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോയുടെ അവസ്ഥ മാത്രമല്ല, നമ്മുടെ എന്റർടൈൻമെന്റ് ഫീൽഡിലെല്ലാം തന്നെ ഓപ്പർച്യൂണിറ്റീസ് ചോദിച്ചുകൊണ്ട് പോകുന്ന സ്ത്രീകൾക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നേരിടേണ്ടി വരും. ഇനി എന്റർടൈൻമെന്റ് ഫീൽഡിൽ മാത്രമല്ല, നമ്മുടെ ലോക്കലായിട്ട് നോർമലായിട്ട് നമ്മുടെ സമൂഹത്തിൽ ഇത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ജോലി സംബന്ധിച്ച കാര്യത്തിൽ, എന്തൊരു കാര്യത്തിലും ഇതേ കാര്യം തന്നെയാണ് സ്ത്രീകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ നേരിടുന്നില്ലെന്നാണോ? അവരും നേരിടുന്നുണ്ട് ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ. അപ്പോൾ നമ്മുടെ ഈ നെഗറ്റീവ് അപ്രോച്ച് കൊണ്ട് മാത്രം, ഇങ്ങനെ പ്രതികരിക്കുന്ന സ്ത്രീകളെ നെഗറ്റീവായിട്ട് ചിത്രീകരിക്കുന്നത് കൊണ്ട് മാത്രമാണ് പല സ്ത്രീകളും മുന്നോട്ട് വന്ന് അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാത്തത്. കാരണം ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ 2-3 ദിവസം കഴിയുമ്പോൾ ഇവരെ ആൾക്കാരെ നെഗറ്റീവായിട്ട് ചിത്രീകരിച്ച് ഇവരെന്തോ വലിയ മോശപ്പെട്ട സ്ത്രീകളാണ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തും. ഇനി ഈ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള വളരെ ഫേമസ് ആയിട്ട് നിൽക്കുന്ന സ്ത്രീകളൊന്നും തന്നെ വന്ന് തുറന്നു പറയാൻ തയ്യാറാകത്തുമില്ല. ഇങ്ങനെ തുറന്നു പറയുന്ന സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യാനും തയ്യാറാകുന്നില്ല. അപ്പൊ എന്താ, മൊത്തത്തിൽ ഇവരങ്ങ് ഒറ്റപ്പെട്ടു പോകും. ഇതുകൊണ്ടാണ് ഇങ്ങനെയുള്ള അതിക്രമങ്ങൾ പിന്നെയും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ആളുകളെ പേടിച്ച് വിക്ടിമായിട്ടുള്ള ആൾക്കാർ മുന്നോട്ട് വന്ന് തുറന്നു പറയത്തുമില്ല. അങ്ങനെ തുറന്നു പറയാതിരിക്കുന്നതോറും കാലം ഇത്തരത്തിലുള്ള ആളുകൾ, ഇങ്ങനത്തെ ചെയ്തികൾ ചെയ്യുന്ന ആൾക്കാർ, അത് അവർക്ക് ധൈര്യത്തോടു കൂടി പിന്നെ അവർ ഈ പ്രവർത്തികൾ തുടർന്നുകൊണ്ടേയിരിക്കും.